ഇപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. ശിവപ്രസാദ്, ഈ കോളേജുകളിൽ ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ തിട്ടൂരം നടപ്പാക്കുക എന്നതിൻ്റെ ശ്രമമായി തന്നെയാണ് ഈ വിഭജന ഭീതി ദിനാചരണ ആഹ്വാനത്തെയും നിങ്ങൾ കാണുന്നത്, അല്ലേ? തീർച്ചയായും ഇത് ആദ്യം നിലപാട് പ്രഖ്യാപിച്ച ഒരു വിദ്യാർത്ഥി സംഘടന SFI ആണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ, ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രാധാന്യത്തെ, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ എല്ലാം തമസ്കരിക്കാൻ, കുറച്ചു കാണിക്കാൻ, വില കുറച്ച് കാണിക്കാൻ ബോധപൂർവമായ RSS തുടർന്നു വരുന്ന പ്രചരണത്തിന്റെ പുതിയൊരു രൂപമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഒരു ഔദ്യോഗിക പരിഭാഷയിൽ ഇങ്ങനൊരു പരിപാടി നടത്തണം, വിഭജന ഭീതി ദിവസം ഇങ്ങനൊരു പരിപാടി നടത്തണം എന്ന് ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ഗവർണർ നിർദ്ദേശം കൊടുക്കുന്നത്. ആ നിർദ്ദേശം കൊടുത്ത ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, കേരളത്തിനകത്ത് ഒരു ക്യാമ്പസിലും ഔദ്യോഗിക സ്വഭാവത്തിൽ RSS അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിനെ സംബന്ധിച്ചെല്ലാം നല്ല ധാരണയുള്ള, ബോധ്യമുള്ള, യഥാർത്ഥ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ബോധ്യമുള്ള, നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന, മതേതര നിലപാട് സ്വീകരിക്കുന്ന, ജനാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ്, ആ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രധാനപ്പെട്ട ഉത്തരവിറക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു ചാൻസലർ വിചാരിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ അജണ്ട ഒളിച്ചു കടത്താനാവില്ല എന്ന പ്രഖ്യാപനം വളരെ ദൃഢനിശ്ചയത്തോടുകൂടി കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. അത് ഞങ്ങളെ പോലുള്ള പുരോഗമന സംഘടനകൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ ഐക്യദാർഢ്യപരമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ പാടില്ല എന്ന നിലയിൽ ഔദ്യോഗികമായി തന്നെ കേരളത്തിലെ ഗവൺമെന്റ് അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആർക്കാണ് വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉള്ളതെന്നും ആർക്കാണ് അതില്ലാത്തതെന്നും കൃത്യമായി വ്യക്തമായിരിക്കുകയാണ്. ആർക്കാണ് ദേശസ്നേഹമെന്നും ആർക്കാണ് ദേശസ്നേഹം ഇല്ലാത്തതെന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്താകെ ദേശസ്നേഹം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ് BJP-ക്കാർ. ആ BJP-ക്കാരുടെ യഥാർത്ഥ ദേശസ്നേഹം എന്താണെന്ന് ഇത്തരം വസ്തുതകളിൽ കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു വശത്ത് ദേശസ്നേഹത്തെ പറ്റി പറയും, മറുവശത്ത് അവർ വന്ന് ദേശവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും. ഒരു വശത്ത് ദേശീയ പതാകയെ പറ്റി അഭിമാനത്തോടെ പറയും, BJP നേതാക്കന്മാർ അവരുടെ വസ്ത്രങ്ങൾ കുത്തി നടക്കും, നരേന്ദ്രമോദി ഹർ ഘർ തിരങ്ക ഉയർത്തണമെന്ന് പറയും. മറുവശത്ത് ശിവരാജിനെ പോലുള്ള BJP നേതാക്കന്മാർ ദേശീയ പതാക മാറ്റി കാവിക്കോടി അവരുടെ പതാകയായി ഉപയോഗിക്കണം എന്ന് പറയും. ഒരു വശത്ത് അവർ ഭരണഘടനയെ പറ്റി അഭിമാനത്തോടെ പറയും, ഒരു വശത്ത് ഭരണഘടന തിരുത്തിയതിനെ കുറിച്ച് അവർ ഗൂഢാലോചന നടത്തും. ഒരു വശത്ത് അവർ സ്വാതന്ത്ര്യ ദിനത്തെ പറ്റി അഭിമാനത്തോടെ പറയും, മറുവശത്ത് അതേ നാക്കുകൊണ്ട് തന്നെ ഇപ്പോ കേരളത്തിൽ പറയുന്ന പോലെ രാജ്യത്തെമ്പാടും വിഭജന ഭീതി ദിവസമാണ്, സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനപ്പെട്ട ദിവസം എന്ന് അവർ പറയും. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച ആളുകളായി RSS മാറുകയാണ്. എങ്ങനെയും വർഗീയ നടപ്പിലാക്കണം, ആര് മരിച്ചാലും ആരെ കൊന്നാലും ഏത് ആശയം സ്വീകരിച്ചാലും വർഗീയ നടപ്പിലാക്കണം. ആ വർഗീയ നടപ്പിലാക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു.